തിരുവനന്തപുരം ചെമ്പൂരിൽ റബ്ബർ പുരയിടത്തിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. റബ്ബർ പാലെടുക്കാൻ എത്തിയ തൊഴിലാളിയാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് പാമ്പ് പിടുത്ത വിദഗ്ധരെ അറിയിക്കുകയായിരുന്നു. ഏകദേശം 7 അടി നീളവും 20 കിലോ ഭാരവുമുള്ള പെരുമ്പാമ്പിനെ ഫോറസ്റ്റ് ഓഫീസിൽ കൈമാറും. മഴക്കാലമായതിനാൽ റബ്ബർ തൊഴിലാളികളും നാട്ടുകാരും ജാഗ്രത പാലിക്കണമെന്നും ഫോറസ്റ്റ് അധികൃതർ അറിയിച്ചു. കർക്കിടക വാവുബലിക്ക് തന്ത്രിമാരുടെ ലൈസൻസിന് അധിക GST ഈടാക്കിയെന്ന പരാതിയെ തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ അധിക നിരക്ക് റദ്ദാക്കി. ലൈസൻസ് ഫീസിനൊപ്പം മുൻ വർഷത്തേക്കാൾ അധിക തുക ഈടാക്കിയതിനെതിരെ തന്ത്രിമാരിൽ നിന്നും പരാതി ഉയർന്നതോടെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിഷയത്തിൽ ഇടപെട്ടത്. തുടർന്ന് അധികമായി ഈടാക്കിയ തുക തിരികെ നൽകുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു. കർക്കിടക വാവുബലി ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് ലൈസൻസ് ഫീസിലെ വർധനവ് സംബന്ധിച്ച് പരാതി ഉയർന്നത്. ഇത്തവണ ലൈസൻസ് എടുത്തപ്പോൾ നമുക്കൊരു കഴിഞ്ഞ വർഷം 6000 രൂപയായിരുന്നു. ഇപ്പോൾ ഒരു GST കൂടെ ചേർത്ത് ഒരു 7100 എന്ന് പറഞ്ഞാൽ പൈസ നമ്മൾ അടച്ചു ലൈസൻസ് എടുത്തു. പക്ഷേ എന്നാൽ ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും അനുകൂലമായ സഹകരണം കൊണ്ട് നമുക്ക് ഈ 1000 രൂപ നമുക്ക് കുറച്ച് തരികയും ആ 1000 രൂപ നമുക്ക് തന്ത്രിമാർക്ക് എല്ലാവർക്കും വലിയൊരു ആശ്വാസമായി കരുതുന്നു. തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ കാർ തടഞ്ഞു നിർത്തി കാറുകാരനെ മർദ്ദിച്ചതായി പരാതി. 2 ബൈക്കുകളിലായി എത്തിയ 5-അംഗ സംഘമാണ് ക്രൂരമായി മർദ്ദിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6:30യോടെയാണ് സംഭവം. കാട്ടാക്കടയിൽ നിന്നും വിളപ്പിൽശാലയിലേക്ക് വരികയായിരുന്ന ഊറ്റുകുഴി സ്വദേശി നൂർ മുഹമ്മദിനാണ് മർദ്ദനമേറ്റത്. മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്നിട്ടുണ്ട്. വിളപ്പിൽശാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം നിലമ്പൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. നിലമ്പൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറിനാണ് തീപിടിച്ചത്. മുൻഭാഗത്തുനിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ കാറിലുള്ളവരെ വിളിച്ച് കാര്യം അറിയിക്കുകയും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. പ്രദേശവാസികൾ വെള്ളം ഒഴിച്ച് തീയണയ്ക്കാൻ ശ്രമിച്ചു. തുടർന്ന് തൊട്ടടുത്തുള്ള അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കോടഞ്ചേരി അങ്ങാടിയിലെ ഒരു കാറ് കത്തിക്കൊണ്ട് നിൽക്കുന്ന രംഗാണ്. പ്രിയദർശിനി യാത്രാ പദ്ധതിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പ്രചാരണ ബോർഡുകൾ സ്ഥാപിച്ച KSRTC ജീവനക്കാർക്കെതിരെ വകുപ്പ് തല നടപടി. ഇടതുപക്ഷ സംഘടനയിലുള്ള 7 പേർക്കെതിരെയാണ് വകുപ്പ് തല നടപടിയുണ്ടായത്. CITU യൂണിറ്റ് സെക്രട്ടറി സജി കുമാർ, ട്രഷറർ രതീഷ്, കണ്ടക്ടർമാരായ ദീപക് രഘു, അനുജ് JL, മോഹൻ രാജ്, മനീഷ്, ഡ്രൈവർ S ബിജു എന്നിവർക്കെതിരെയാണ് നടപടി. ഇവരെ മറ്റ് യൂണിറ്റുകളിലേക്ക് സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. ജനപക്ഷ പദ്ധതികളെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ നടപടിയെന്ന് KST വർക്കിംഗ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സനൽകുമാർ പറഞ്ഞു. സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായ ശ്രീ സൗജന്യ യാത്രയ്ക്കെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുകയും മുഖ്യമന്ത്രിയുടെയും വകുപ്പ് മന്ത്രിയുടെയും ഫ്ലക്സ് ബോർഡിന് മുന്നിൽ ഈ പദ്ധതി തട്ടിപ്പാണെന്ന രീതിയിൽ അസോസിയേഷൻ ബോർഡ് സ്ഥാപിക്കുകയും അത് ജനങ്ങളുടെ ഇടയിലും ജീവനക്കാരുടെ ഇടയിലും തെറ്റിദ്ധാരണ വരുത്തുന്നതിനും സംഘർഷമുണ്ടാക്കുന്നതിനും ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ഫലമായി വകുപ്പുതല അന്വേഷണം വേണമെന്ന് KST വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെടുകയും അതിൻ്റെ ഫലമായി വകുപ്പുതല നടപടി വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. അത് തീർച്ചയായും അത് സ്വാഗതാർഹമാണ്. ഇത്തരത്തിലുള്ള ഹീനമായ പ്രവൃത്തികൾ ഏതൊരു സംഘടനയും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് അപലപനീയമാണ്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇതുവരെ തന്നെ മറ്റു സംഘടനകളാരും ചെയ്യാത്തതാണ്.